ഹായ് ഫ്രണ്ട്സ്, വൈകുന്നേരം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മുടെ ഫിഷ് ടാങ്കിന്റെ അവസ്ഥ ഇതാണ്. ആൽഗെ കയറിയിട്ട് വെള്ളം മൊത്തം പച്ച കളറാണിപ്പോ. മീനുകളെയൊന്നും കാണാൻ കൂടെ പറ്റുന്നില്ല. ഫിഷ് ടാങ്ക് ഇരിക്കുന്നിടത്ത് അത്യാവശ്യം വെയിലടിക്കുന്നതുകൊണ്ട് ആൽഗെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൽഗെ ഗ്രോത്ത് ഉള്ളത് ഈ സൈഡിലാണ്. ഇതിന്റെ അകത്ത് രണ്ട് ഭീകരരുണ്ട്, വഴിയെ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് മീനുകളെ ഇടാൻ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഫിഷ് ടാങ്കിലുള്ള വെള്ളം വേറൊരു ബക്കറ്റിലേക്ക് മാറ്റി പുറത്ത് കളയുകയാണ് ഉണ്ടായത്. ഫിഷ് ടാങ്കിലെ വെള്ളം മുക്കാലും മാറ്റിയപ്പോൾ മീനുകളെ കാണാൻ പറ്റുന്ന അവസ്ഥയിലെത്തി. അതിനുശേഷം മീൻകുട്ടന്മാരെ പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിനുള്ളിൽ വളർന്നു വരുന്ന രണ്ട് ഭീകരനെ ഞാനങ്ങ് തൂക്കി. ഇവരാണ് ആ ഭീകരർ, റെഡ് ബെല്ലി പിരാനകൾ. ഒരു മാസം കൊണ്ട് ഇത്രയും വളർച്ച എത്തിയിട്ടുണ്ട്. ഇനി ഇവരെ നമ്മുടെ വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് മാറ്റാം. പിടിച്ചതിന്റെ ക്ഷീണം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള മീനുകളെ കൂടെ പിടിച്ച് വെള്ളം നിറച്ച ബക്കറ്റിലേക്ക് മാറ്റി. പക്ഷെ നമ്മുടെ പരല് അവശ നിലയിലാണ്. ഏത് നിമിഷവും മരിക്കാവുന്ന അവസ്ഥയിലാണത്. അടുത്ത ടാസ്ക് ടാങ്കിലെ കല്ലുകൾ നീക്കം ചെയ്യാന്നുള്ളതാണ്. അത് കുറേശ്ശെ എടുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. പാത്രത്തിലെടുത്ത ചിപ്സ് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ടാങ്കിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളവും കൂടെ ഒരു തുണി കൊണ്ടെടുത്ത് പിഴിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി. വെള്ളം ഏകദേശം മാറ്റിക്കഴിഞ്ഞപ്പോൾ ടാങ്കിന്റെ അവസ്ഥ ഇതായിരുന്നു. ഇനി അടുത്ത ജോലി ടാങ്കിലെ ആൽഗെ ഒരു തുണി കൊണ്ട് തുടച്ചു കളയാന്നുള്ളതാണ്. അതിൽ ടാങ്കിന് അവശേഷിച്ചിരുന്ന വെള്ളം കൂടെ എടുത്ത് തുടച്ചു. അതിനുശേഷം ബക്കറ്റിലേക്ക് മാറ്റിയ ചിപ്സ് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്ത ചിപ്സ് തിരിച്ച് ടാങ്കിലേക്ക് തന്നെ വിതറിയിട്ടു. ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ എടുത്തപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന സ്പോഞ്ചില് ഇത്രയും ആൽഗെ ടാങ്കിൻ്റെ അകത്ത് ഉണ്ടായിരുന്നിട്ടും വലിയ അഴുക്കൊന്നും പിടിച്ചതായിട്ട് കണ്ടില്ല. ഇനി ടാങ്കിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ചടങ്ങാണ്. ഇത്തവണ ടാങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം നിറച്ചിട്ടുണ്ട്. മീനുകളൊക്കെ വളർന്നു വരികയല്ലേ. ഞാൻ മീനുകളെയൊക്കെ പിടിച്ച് തിരിച്ച് ടാങ്കിലേക്ക് റിലീസ് ചെയ്തു. ആദ്യം പിരാനയാണ് റിലീസ് ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ പരൽ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. എന്തായാലും ബാക്കിയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാതെ നീന്തി നടക്കുന്നുണ്ട്. വേറെ ഏത് മീനുകൾ ചത്താലും പിരാനകൾ ചാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ വലുതായിട്ട് വേണം എനിക്ക് പിടിച്ച് പൊരിച്ചടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അവസരത്തിൽ കാണാം. ബൈ.